അകാലത്തിൽ വിടപറഞ്ഞ കലാഭവൻ നവാസിനെക്കുറിച്ച് ഹൃദയം തൊടും കുറിപ്പുമായി സഹോദരൻ നിയാസ് ബക്കർ. പ്രായത്തിൽ വലിയ വ്യത്യാസമില്ലാത്തതിനാൽ തനിക്കും നവാസിനുമിടയിൽ സഹോദര ബന്ധത്തേക്കാൾ സുഹൃദ് ബന്ധമാണ് ഉണ്ടായിരുന്നതെന്ന് നിയാസ് പറയുന്നു. വേദികളിൽ മത്സരബുദ്ധിയോടെയാണ് നിൽക്കാറുള്ളതെങ്കിലും ജീവിതത്തിൽ ഞങ്ങൾക്കിടയിൽ മത്സരമില്ലായിരുന്നുവെന്നും നിയാസ് കുറിക്കുന്നു. ജ്യേഷ്ഠനായി ജനിച്ചത് ഞാനാണെങ്കിലും ജ്യേഷ്ഠനായി അറിയപ്പെട്ടത് അവനായിരുന്നു. ഞങ്ങൾ തമ്മിൽ 2 വയസ്സിന് വ്യത്യാസമാണുള്ളത്. എന്നേക്കാൾ ഉയരം അവനുള്ളതുകൊണ്ട് കാഴ്ചയിലും ചേട്ടൻ അവനാണെന്നേ പറയൂ. ഞങ്ങളിരുവരുടെയും സ്വഭാവം വളരെ വ്യത്യസ്തമായിരുന്നു. പല കാര്യങ്ങളിലും അവൻ്റെ മനസ്ഥിതിയാണ് നല്ലതെന്ന് എനിക്ക് തോന്നാറുണ്ട്, മറ്റു പല കാര്യങ്ങളിൽ തിരിച്ചും. നവാസ് എൻ്റെ വേവ്ലെങ്തിൽ ഉള്ള ഒരാളല്ല. വേദികളിൽ മത്സരബുദ്ധിയോടെയാണ് ഞങ്ങൾ നിൽക്കാറുള്ളതെങ്കിലും ജീവിതത്തിൽ ഞങ്ങൾക്കിടയിൽ മത്സരമില്ല. പരാജയങ്ങളിൽ സഹായിക്കാനുള്ള മനസ്സുണ്ടായിരുന്നുവെങ്കിലും പരസ്പരം പ്രയാസങ്ങൾ അറിയിക്കാതെ ജീവിക്കാനാണ് ഞങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നത്. അക്കാര്യത്തിൽ നിമാസും അങ്ങനെ തന്നെ. നിസാം നവാസിനേക്കാൾ 8 വയസ്സിന് ഇളയതാണ്. ഇപ്പോൾ ചാനലിൽ വിഷ്വൽ എഡിറ്ററായി വർക്ക് ചെയ്യുന്നു. ഒരു അനുജൻ്റെ തോന്നൽ ഞങ്ങൾക്ക് രണ്ടാൾക്കും തരുന്നത് അവനാണ്. ഞങ്ങൾക്ക് പ്രായത്തിൽ വലിയ വ്യത്യാസമില്ലാത്തതിനാൽ ഞങ്ങൾക്കിടയിൽ സഹോദര ബന്ധത്തേക്കാൾ സുഹൃദ് ബന്ധമാണുള്ളത്. അതുകൊണ്ട് തന്നെ നേരിൽ കാണുമ്പോൾ പ്രകടനപരമായ സ്നേഹം ഞങ്ങൾക്കിടയിലില്ല. ഞങ്ങളുടെ തൊഴിൽ സംബന്ധിച്ച ചില കാര്യങ്ങൾ, കുടുംബകാര്യങ്ങൾ, അങ്ങനെ ചിലതൊക്കെ മാത്രം സംസാരിക്കും, പിരിയും. ഇപ്പോഴവനുണ്ടായിരുന്നുവെങ്കിൽ മതിവരുവോളം കെട്ടിപ്പിടിച്ച് നിൽക്കണമെന്നുണ്ട്. കുറേ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കണമെന്നുണ്ട്. പക്ഷേ സർവേശ്വരൻ ഞങ്ങൾക്ക് അനുവദിച്ചു തന്ന സമയം തീർന്നിരിക്കുന്നു. ഇനി എത്ര ആഗ്രഹിച്ചാലും ഒരു കൊടുക്കലും വാങ്ങലും ഞങ്ങൾക്കിടയിൽ സാധ്യമല്ലല്ലോ. ഒരു പങ്കുവയ്ക്കലുകൾക്കപ്പുറം അവസരം ഇല്ലല്ലോ. എൻ്റെ കൂടപ്പിറപ്പിനെ പടച്ചവൻ തിരിച്ചു വിളിച്ചു. ഇനി എനിക്കവന് നൽകാനുള്ളത് പ്രാർത്ഥന മാത്രമാണ്. അത് അറിവാണെങ്കിലും സമ്പത്താണെങ്കിലും ആരോഗ്യമാണെങ്കിലും സ്നേഹമാണെങ്കിലും നിസ്വാർത്ഥമായി പങ്കുവയ്ക്കേണ്ടതല്ലേ. മരിച്ചവർക്കായി പ്രാർത്ഥിക്കുവാനല്ലാതെ മറ്റൊന്നിനും നമുക്ക് കഴിയില്ല. പ്രിയ സഹോദരരെ, എല്ലാ നിബന്ധനകളും മാറ്റിവെച്ച് ജീവിച്ചിരിക്കുന്ന കൂടപ്പിറപ്പുകളെ കൂട്ടുകാരെ സഹജീവികളായും അതിരില്ലാത്ത സ്നേഹം പകർന്നു നൽകി ചേർത്ത് നിർത്തുക. അവസാന കാലത്ത് ഓർത്ത് കരയാനെങ്കിലും ചില കടപ്പാടുകൾ ബന്ധങ്ങൾക്കിടയിൽ പരസ്പരം ഉണ്ടാക്കി വയ്ക്കുക. രക്തബന്ധങ്ങളിലെ കെട്ടുറപ്പിന് സർവേശ്വരൻ ശക്തി നൽകട്ടെയെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.